എന്താ സാറേ വല്ല കോളുണ്ടാ? ഒരു റിട്ടയർമെന്റ് പാർട്ടി ഉണ്ട്. ആണാ? CSR ജീപ്പിലുണ്ട്. നീ ഒന്ന് അങ്ങോട്ട് വാ. എടാ കട ഒന്ന് നോക്കിയേക്ക്, ഒരു കോളൊത്തിട്ടുണ്ട്. ഞാനിപ്പോ ആടിന്റെ ഒരു കൈകാലം എടുത്ത് വെച്ചേക്കടാ. എനിക്കൊരു സൂപ്പ് വേണ്ടി വരും. സാറ് ഇറച്ചിയൊക്കെ മേടിക്കാൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചാണ് വന്നേക്കണത്. എത്രയിൽ ഇറച്ചിയാണ് സാറേ വേണ്ടത്? കുറച്ചധികം വേണം. പക്ഷേ അതിനുള്ള ഇറച്ചി നിന്റെ ദേഹത്തില്ലല്ലോടാ. എന്താ സാറേ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ എന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. നീ ജീപ്പിലോട്ട് കയറി. സാർ നമ്മളൊക്കെ അന്തസ്സായിട്ട് പണിയെടുത്താ ജീവിക്കണം സാറേ. നീ അന്തസ്സായിട്ട് പണിയെന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നീ ജീപ്പിലോട്ട് കയറുന്നോ അതോ ഞാൻ ചവിട്ടി കയറണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ വക്കീലിനൊന്ന് വിളിക്കാം സാർ. വക്കീല് നല്ല പിടിപാടുള്ള സാറേ. നടക്കടാ. ഈ വെള്ളം നനച്ച തുണി ഇനി നിന്റെ തലയിലേക്ക് ഇടുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുന്നു. നനഞ്ഞ തുണി ഇട്ടാ പിന്നെ നീ മിണ്ടൂലല്ല മോളെ. ഇടുവാ. എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ പോയി ഒരു ആട് പൊട്ടിച്ചതല്ലാതെ ആ കൊലപാതകമായിട്ട് എനിക്കൊരു ബന്ധമില്ല സാറേ. ഇനി തൂക്കി വലിക്കല്ലേ സാറേ. രണ്ട് പോലീസുകാരുടെ ഒരു കള്ളം കള്ളുടിക്കാനാണ് നല്ല രസം. എന്റെ മൻസൂറെ, ഞാൻ കള്ളനായിട്ട് ജനിച്ചൊന്നല്ല, കള്ളനായി പോയതാ. അതെല്ലാ കള്ളന്മാരും പറയുന്നത്. എന്റെ സാറന്മാരെ, പണ്ട് ഞാൻ തട്ടുകട നടത്തിയുന്ന കാലത്തേ കുട്ടിക്ക് മരുന്ന് മേടിക്കാനെന്നും പറഞ്ഞ് ഒരുത്തൻ വാച്ചും പണയം വെച്ച് എൻ്റെ 1000 രൂപ കടം മേടിച്ചിട്ട് പോയി. അത് മോഷ്ടിച്ച വാച്ചായിരുന്നു. മോഷ്ടിച്ച മുതൽ കൈവശം വെച്ചതിന് എന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് നല്ലൊരു കള്ളനായിട്ടായിരുന്നു. അവിടുന്ന് അങ്ങനെയുള്ള എൻ്റെ മോഷണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തോടുള്ള പ്രതികാരമായിരുന്നു. കണ്ടവന്റെ മുതൽ കെട്ടിട്ടാണ് പ്രതികാരം ചെയ്യല്. എന്നോട് വിരോധമൊന്നുമില്ലല്ലോ. ജെയിംസിന്റെ മനപ്പേടിയാ. ആ, അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. പേര് ജിക്കു ജെയിംസ്. അവനെന്നെ വലിയ ഇഷ്ടമാണ്. ഇടയ്ക്ക് അവൻ ജയിലിൽ തന്നെ കാണാൻ വരും. ജയിലുള്ള എന്നെ സെക്രട്ടറിയിൽ വന്നാൽ കാണൂല്ല. അതല്ലടോ, എൻ്റെ സ്വഭാവമല്ല അവന്, എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ്. അപ്പം 3 ആളും ഒരുപോലെ തന്നെ. അല്ലത് എൻ്റെ മോൻ, അവൻ പാവം. ഹലോ, ഇങ്ങോട്ടൊക്കെ മൈൻഡ് ചെയ്തിട്ട് പോവാട്ടാ. പിള്ളേർക്കൊന്നും സീനിയേഴ്സിനോടൊരു ബഹുമാനം ഇല്ലാതായല്ലോടാ. വട്ടച്ചെലവിന് പോലും കാശില്ലട്ടോ. വഴിയുണ്ടാക്കാം. വാടാ. ഞാനാ നിന്നോടെന്നെ വാന്ന്. എന്താ എന്താ നിന്റെ പേര്? എന്റെ പേര് ഷാരൻ. ചാരനോ? ചാരനല്ല, ഷാരൻ. ഏതാ ഡിപ്പാർട്ട്മെന്റ് നീ? മാത്സ്. ഒരു കാര്യം ചെയ്യും, ഒരു 100 രൂപ എടുത്ത് കൊടുത്തേ. 100 രൂപ എന്റെ ഒന്നും ഇല്ലാട്ടോ. 100 രൂപ ഇല്ലാതെ നീ കോളേജിലേക്ക് വരണത്? ചേട്ടൻ എന്റെ ആ കൂടി വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ. എന്താ നീ മുണ്ട് മടക്കി കുത്തിരിക്കണേ? സീനിയേഴ്സിനെ കണ്ടാൽ നിനക്ക് ബഹുമാനമില്ലേ? മുണ്ടയച്ചിടാ. അയച്ചിട്ടല്ലേ? നിന്റെ അടുത്ത് മടക്കി കുത്ത് അഴിക്കാനല്ലടാ പറഞ്ഞത്, മുണ്ടഴിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? സോറി കേട്ടോ, സോറി കേട്ടോ. അയ്യോ കഷ്ടം. തുടങ്ങിയാലേ? ആ തിരിച്ചോ, എന്നിട്ട് കാണിക്കിട്ടോ. ആ, ആയുഷ്മാൻ ഭവ. ഇങ്ങോട്ട് വാടാ. കാണിക്കിട്ടിട്ട് പോടാ. നീ കേട്ടോ, ഇതെന്താ നിന്റെ മുടി ഇങ്ങനെ പെയിന്റ് പാട്ട് കാശുള്ളവർക്കൊന്നും വരുന്നില്ലല്ലോ. വരുന്നുണ്ടല്ലോ 2 മാടപ്പാവള്. കുട്ടിക്കും ഇടാം. മടിച്ചു നിൽക്കണ്ട, ഇട്ടോളൂ. എന്താ ഒരു ഇഷ്ടക്കേട് പോലെ? ഒന്നുമില്ല. ആരാ പറഞ്ഞു ഒന്നുമില്ലാന്ന്? ഞാൻ സമ്മതിച്ചേരില്ല. എന്തോ വേണമെങ്കിൽ വല്ല ദക്ഷിണയും വെച്ചിട്ട് പോവാ അല്ലേ? ഇത്രയും ദാരിദ്ര്യായോ? അപ്പൊ പോവാം. കാര്യം
ഇതെത്ര നാളായി ഒളിച്ചിരിക്കുന്നു. മനുഷ്യനും മടുത്തു. നിനക്കും മടുത്തു. ഇത്തലയും വല്ലാത്ത കളി എവിടെ വരെ പോയെന്ന് ആര് കണ്ട്? ഞാൻ എന്തായാലും പിടികൊടുക്കാൻ പോവാ. എന്തൊട്ട് തേങ്ങയിലും വേണ്ടില്ല. എനിക്ക് എൻ്റെ മോനെ കാണണം. നീ എന്ത് പ്രാന്തി പറയണേ? നീ പിടികൊടുത്ത കേസ് കളി തോന്നണ്ട. ജെയിംസ് ഏട്ടൻ പിടികൊടുത്താൽ പിന്നെ ഇവരുടെ നിരപരാധത്തെ എങ്ങനെ തെളിയിക്കും? മോനെ കണ്ട നിങ്ങളെ വിഷമം മാറുമോ? അങ്ങനെയാണ് നിങ്ങളെ മോനെ അവിടെ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അത് റിസ്ക്കാ. അവൻ ചിലപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഒരു റിസ്ക്കും ഇല്ല. നിങ്ങൾ വെറുതെ ബേജാറാവില്ലേ? അതല്ല പ്രശ്നം. നിങ്ങളെ മോനെപ്പം എങ്ങനെ തിരിച്ചറിയും? ജിക്കുനെ എനിക്കറിയാം. ആണോ? ആ, അങ്ങനെയാണ് ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ നിന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. ചെറിയൊരു പാർട്ടി ഉണ്ട് രാഹുലിന്റെ വീട്ടിൽ. അടുത്ത മാസം എന്റെ മനസ്സമ്മതാ. ഞാൻ കളിച്ചു നടന്നു. ബൈക്ക് ബേസ്മെന്റിലാ. ജിക്കു അല്ലേ? അതെ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാം. ഇപ്പോൾ വരാതെ. വാ, പെട്ടെന്ന് വരാം. അപ്പൻ എന്തോ ചതിവ് പറ്റിയാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. ആളുകളെ കൊല്ലാനൊന്നും എൻ്റെ അപ്പന് പറ്റൂല സാറേ. എനിക്കറിയാം എൻ്റെ അപ്പനെ. എൻ്റെ വിഷമം മുഴുവൻ നിന്നോർത്തായിരുന്നു. ഇനി എനിക്കൊരു പ്രശ്നമില്ല സാറേ. എൻ്റെ മോനെന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് സമാനായി. ഈ രേഖാചിത്രത്തിലെ ആളെ പോലീസ് വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല സാറേ? രഹസ്യമായിട്ട് ഞങ്ങളൊരു അന്വേഷണം നടത്തിയതാണ്. പക്ഷെ പ്രയോജനം ഉണ്ടായില്ലല്ലോ. അല്ല, ഈ പത്രത്തിലും ടി വിയിലും ഒക്കെ കൊടുത്തു നോക്കിയാലോ? അതിന് നിന്റെ അപ്പം പറയണതായാലും വിശ്വസിച്ചിട്ടുണ്ടേ. അവനെ കണ്ടുപിടിക്കല്ലാതെ നമുക്ക് വേറെ രക്ഷയില്ലടാ, അല്ല സാറേ? ഇപ്പം നമ്മുടെ കയ്യിൽ ഈ 2 തെളിവുകൾ മാത്രമേ ഉള്ളൂ. ഒന്നും ഇരിക്കടോ, അത് സാറന്മാർ തീരുമാനിച്ചോളൂ. നമ്മുടെ കയ്യിൽ ആകെ കൂടി ഈ 2 തെളിവുകൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇതിലിപ്പോൾ എന്താ വ്യത്യാസം ഉണ്ടായത്? സസ്പെൻഷൻ കേട്ടോ വിരോധി കാണിച്ചു കേട്ടോ. എവിടെ നോക്കിട്ടാ? ഇയാള് അപ്പനെ കാണാൻ വേണ്ടി ജയിലിൽ പോയപ്പോഴാ ഞാൻ ഇയാളെ കണ്ടത്. ജിക്കു കണ്ടത് യഥാർത്ഥ പ്രതിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, കൊലയാളിയുടെ ആരോ ജയിലിനകത്തുണ്ട്. ജയിലിൽ വിസിറ്റേഴ്സ് ടൈമിൽ നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ എങ്ങനെ അവനെ കണ്ടുകിട്ടിയാലോ നമ്മുടെ കാര്യങ്ങൾ എളുപ്പവും. അത് ശരി, അതാ നല്ലത്. എന്തായാലും കണ്ടുപിടിക്കണല്ലോ. ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ? കേറാം. ഇറങ്ങാൻ ഇത്തിരി വിഷമിക്കും. അങ്ങനെ വേണ്ട. ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിപ്പോ 3ാമത്തെ ആഴ്ചയാണ് നമ്മളിവിടെ കാത്തിട്ട് കിടക്കണം. ഈ പോയ മൻസൂറിനെ കാണാമല്ലോ. ഇനിയിപ്പോ അവനെ പിടിച്ച് അകത്തിട്ടുണ്ടാവും. ഇവർക്കൊക്കെ പരോള് കിട്ടിയോ? എല്ലാരും പോകാനുണ്ടോ? ആരാ? ഹലോ, ഫോണൊന്ന് വിഷ്ണു കൊടുക്ക്. ഞാൻ കൊടുക്കാം. മനസ്സിലാ പറടാ. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന അതുപോലത്തെ ഒരാളിപ്പം പുറത്തിറങ്ങിയിട്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംശയം തോന്നത്തില്ല. നീ എൻ്റെ പിന്നാലെ വന്നാൽ മതി. ശരി ശരി ശരി. സാറേ, ഇതാ വന്നു തന്നെയാ.
മര്യാദക്ക് ഉള്ളത് പറഞ്ഞോ. എന്നാ പറടാ, ആരാടാ നീ? എന്തിനാണ് ഇറക്കുന്നത്? ആർക്ക് വേണ്ടി അടിച്ചത്? പറടാ.